കളമശ്ശേരി സ്റ്റേഷനിൽ നമുക്കൊരു രഹസ്യവിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പിള്ളേർ ക്യാമ്പസുകളിൽ കഞ്ചാവ് വലിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു 3 ആഴ്ച മുമ്പ് അവിടെ പോയി ഡാൻസ് ഓഫ് ടീമിൽ നേരത്തെ ഒരു ക്യാമ്പസിൽ നിന്ന് 2 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്മോൾ ക്വാണ്ടിറ്റി കേസായിരുന്നു. അതിനുശേഷം ഹോളി ദിവസം കഞ്ചാവ് കുട്ടികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും തൃക്കാക്കര ACP ശ്രീ ബേബി, കളമശ്ശേരി ശ്രീ ലത്തീഫ്, പിന്നെ SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് കളമശ്ശേരി സ്റ്റേഷനിൽ. അവരും കളമശ്ശേരി സ്റ്റേഷനിലെ SIമാർ, ഡാൻസ് ഓഫ് ടീം SIമാർ അടക്കം 50 പേരുടെ നേതൃത്വത്തിൽ അന്ന് 9:30 മണിക്ക് പോളിടെക്നിക്കിൽ എല്ലാവർക്കും ബ്രീഫിങ് എല്ലാം കഴിഞ്ഞ് 9:30 മണിക്ക് നമ്മൾ റെയ്ഡ് നടത്തി. അന്ന് നമുക്ക് അവിടുത്തെ താഴത്തെ മുറിയിൽ നമുക്കൊരു 2 കിലോയുടെ അടുത്ത് കഞ്ചാവ് കിട്ടി. ഒരു ആകാശം പറഞ്ഞ പ്രതി നമ്മൾ അറസ്റ്റ് ചെയ്തു. എല്ലാ മുറികളും സെർച്ച് ചെയ്തു. നമ്മൾ 40 മുറികളോടുണ്ട്. അതിൽ മുകളിലത്തെ നിലയിൽ നിന്ന് നമുക്ക് 10 ഗ്രാമിനടുത്ത് കഞ്ചാവ് കിട്ടി. അതിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അത് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തു. മറ്റേ കേസിൽ പ്രതി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അതിനെ തുടർന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ ആഷിഖ് എന്ന് പറഞ്ഞ ഒരാളാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് കൊടുത്തതെന്ന് പറഞ്ഞ വിരുദ്ധനടിസ്ഥാനത്തിൽ ആഷിഖിൻ്റെ കൂടെയുള്ള ആഷിഖിന് കൊടുത്ത ആളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഫണ്ട് പിരിച്ച വിദ്യാർത്ഥിയുണ്ട് എല്ലാവരുടെയും. ആ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കളമശ്ശേരി പോലീസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ഇപ്പോൾ കളമശ്ശേരി സ്റ്റേഷനിൽ നമുക്ക് 2 കിലോ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വളരെ അധികം നട്ടലുണ്ടായി. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല 2 കിലോ. അവിടെ കളമശ്ശേരി സ്റ്റേഷനിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക മാത്രമല്ല, വിദ്യാർത്ഥികൾ കച്ചവടം ചെയ്യാനാണ് അവിടെ. അതാണ് എൻ്റെ ഇത്. അവിടെ 2 കിലോ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചെറിയ പാക്കറ്റുകളായിട്ട് കഞ്ചാവ് ക്രഷ് ചെയ്ത് ചെറിയ പാക്കറ്റിലാക്കി തൂക്കി നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഓടിപ്പോകാൻ വിദ്യാർത്ഥി ശ്രമിച്ചു. ആകാശം നമ്മൾ അവിടെ തടഞ്ഞു വെച്ച് പിന്നീട് അറസ്റ്റ് ചെയ്ത്. അപ്പോൾ കളമശ്ശേരിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസങ്ങൾ കൂടുതലാണ്. അവിടെ സെൻറ് കോളേജ് ഉണ്ട്, ITI ഉണ്ട്, അതുപോലെ കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിൽ മറ്റു പല എഞ്ചിനീയറിംഗ് കോളേജും മറ്റു വിദ്യാഭ്യാസ മേഖലയാണ് കളമശ്ശേരി. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ എല്ലാ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ സപ്ലൈ ചെയ്യാൻ ആയിട്ടാണ് മനസ്സിലായത്. പോളിടെക്നിക്ക് മാത്രമല്ല മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട്. അവർക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ്. അവർ 4 കിലോ അവിടെ എത്തിയതായിട്ട് നമുക്ക് അന്വേഷിച്ച് മനസ്സിലായത്. നമുക്ക് 2 കിലോ കിട്ടിയുള്ളൂ. മൊത്തം സെർച്ച് ചെയ്തിട്ടും 2 കിലോ നമുക്ക് കിട്ടിയുള്ളൂ. 4 കിലോ അവിടെ എത്തിയതായിട്ടാണ് നമുക്ക് വിവരം വന്നത്. അപ്പോൾ കളമശ്ശേരി വിദ്യാർത്ഥികൾ സാധാരണ ഡ്രഗ് പെഡ്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് നേരിട്ടാണ് മേടിക്കാറ്. ഇത് വിദ്യാർത്ഥികൾ തന്നെ ലഹരി കച്ചവടക്കാരാവുകയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഉണ്ടായത്. അത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അത് നമ്മളത് മുൻകൂട്ടി കണ്ട് നമ്മൾ വീഡിയോഗ്രാഫിയും അതുപോലെ രാത്രി ആയതുകൊണ്ട് ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ എല്ലാവരെയും ടോർച്ച് ഉണ്ടായിരുന്നു, വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. എല്ലാം പ്രിക്കോഷനായിട്ട് മുൻകൂട്ടി കണ്ട് കൊണ്ടാണ്. ചിലപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. അതെല്ലാം കണ്ട് നമ്മൾ സർവ്വസന്നാഹത്തോടെയാണ് പോയത്. നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോയത്. ചെന്നപ്പോൾ തന്നെ കേസ് ഫസ്റ്റ് റെയ്ഡിൽ തന്നെ 2 കിലോ കിട്ടിയപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പ്രതിരോധത്തിലായിപ്പോയി. അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. എല്ലാവരും മുറിയിൽ നിന്ന് 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പിന്നെ വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് തട്ടിക്കയറാനോ അങ്ങനെ ഒന്നും നിന്നില്ല. എല്ലാവരും അവർ സാധനം നല്ല ക്വാണ്ടിറ്റി കിട്ടിയോണ്ട് അവർ പ്രതിരോധത്തിലായിപ്പോയി. അതാണ് സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നമ്മുടെ എതിർപ്പും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സഹകരിച്ച്. പക്ഷേ ഇതുകൊണ്ടായിരിക്കാം ചെന്നാൽ ഉടനെ തന്നെ കേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടായിരിക്കാം. എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായില്ല. പകുതി വിദ്യാർത്ഥികൾ പുറത്തായിരുന്നു, ഹോസ്റ്റലിന് വെളിയിലായിരുന്നു.